ഇന്ന് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഇലക്ഷൻ റിസൾട്ട് ഡേ ആയിരുന്നു അല്ലെ. സോ എല്ലാവരും മാർക്കറ്റ് വാച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ, അതുപോലെ ഇലക്ഷൻ റിസൾട്ട്സ് വാച്ച് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ എക്സിറ്റ് പോളുകളിൽ നിന്ന് ഏതാണ്ട് ഒരുപാട് വ്യത്യാസത്തിൽ, അതായത് ഒരുപാട് ഡീവിയേഷൻസ് വേരിയേഷൻസ് ഉള്ള രീതിയിലാണ് റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. സോ അതുപോലെ തന്നെ ആ ഒരു ഡീവിയേഷൻസ്, ആ ഒരു ഡിഫറൻസ് നമുക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ്സിലും നല്ലവണ്ണം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഏതാണ്ട് അറൌണ്ട് 10% ആണ് ഫാൾ ആയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 8%, അറൌണ്ട് 8% ബാങ്ക് നിഫ്റ്റി ഫാൾ ആയിട്ടുണ്ട്. സോ നമുക്ക് ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയിലെ ഇന്നത്തെ ചാർട്ട്, അതായത് ഇത് ഡേ ചാർട്ട് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നല്ലൊരു ഫാൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്കറിയാം, അതായത് ഇന്ന് ഇലക്ഷൻ റിസൾട്ട് ഡേ, ഇലക്ഷൻ ഫസ്റ്റ് അവേഴ്സിൽ കൗണ്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഏതാണ്ട് നിഫ്റ്റി ആ ഒരു എക്സിറ്റ് പോളുകളുടെ നല്ല ഡിഫറൻസ് ആയിട്ടാണ് റിസൾട്ടുകൾ വന്നു തുടങ്ങിയത്. സോ ആ ഒരു ടൈമിൽ തന്നെ ഏതാണ്ട് ഫസ്റ്റ് അവേഴ്സിൽ തന്നെ നിഫ്റ്റി നല്ലവണ്ണം ഫാൾ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 23,153 ഓപ്പൺ ചെയ്ത നിഫ്റ്റി 21,281 വരെ, അതായത് 21,280 ലെവൽ വരെ നിഫ്റ്റി ഫാൾ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈ ചാർട്ട് കണ്ടാൽ മനസ്സിലാകും, അതായത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ, അതായത് ഈ ഒരു രണ്ട് ട്രെൻഡ് ലൈൻസ് വരെ ബ്രേക്ക് ചെയ്ത് അപ്പർ സൈഡിൽ ആ ട്രെൻഡ് ലൈൻസ് ബ്രേക്ക് ചെയ്യാതെ അതിന് താഴെയായിട്ട് ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡിൽ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഫർദർ ഫാൾ ആയതിനു ശേഷം 21,280 ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി ഇന്ന് ചെറിയൊരു കളക്ഷൻ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്കറിയാം, നിഫ്റ്റിയിൽ ആ ഒരു എക്സിറ്റ് പോളുകളുടെ ഫലം വന്നതിന് ശേഷമുള്ള തേർഡ് മൺഡേ, അതായത് 800 പോയിന്റ്സ് അപ്സൈഡ്, അതായത് 800 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത ശേഷം ആ ഒരു 23,000 പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു ലെവലിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇന്ന് റിസൾട്ട് വന്ന് ഫസ്റ്റ് അവേഴ്സിൽ തന്നെ നിഫ്റ്റി ആ ഒരു ലെവൽസിനും താഴെയായിട്ട്, അതായത് 21,153 എന്നുള്ള ആ ഒരു ലെവലിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. സോ അതിനുശേഷം നല്ലൊരു ഫോൾ, അതായത് ക്യൂക്ക് മൂവ്മെന്റ്സ് ആയിരുന്നു. ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ക്യൂക്ക് മൂവ്മെന്റ്സ് ആയിരുന്നു എന്നുള്ളത്. നമുക്കറിയാം, ഇത്രയും ദിവസം, അതായത് ഏതാണ്ട് ഒരു 2-3 വീക്സിൽ നിഫ്റ്റി കയറിയിട്ടുള്ള, അതായത് ഈ ഒരു 21,000 23,000 ഏകദേശം 2-3 വീക്സിൽ നിഫ്റ്റി എത്തിയിട്ടുണ്ടായിരുന്നു. ആ എല്ലാ മൂവ്മെന്റ്സും ഈ ഒരൊറ്റ ക്യാൻഡിൽ കൊണ്ട്, അതായത് ഈ ഒരൊറ്റ ബിയറിഷ് ക്യാൻഡിൽ കൊണ്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്നതാണ്. അതായത് മോർ ദാൻ 1,872 പോയിന്റ്സ് ആണ് നിഫ്റ്റി ഫാൾ ആയിട്ടുണ്ടായിരുന്നത്. ഏകദേശം അറൌണ്ട് 10%. നമ്മൾ ഒരു ദിവസത്തിൽ, അതായത് ഇൻ എ സിംഗിൾ ഡേ ഇത്രയും വലിയ ഫാൾ എനിക്ക് തോന്നുന്നു നിഫ്റ്റിയുടെ ഹിസ്റ്ററിയിൽ ഇതായിരിക്കും ഒരു സിംഗിൾ ഡേ ഫാൾ, അതായത് മോർ ദാൻ അറൌണ്ട് 2,000 പോയിന്റ്സിന്റെ അടുത്ത് നിഫ്റ്റി ഫാൾ ആയിട്ടുണ്ടായിരുന്നു. സോ 15-minute ചാർട്ട് എടുത്താൽ നമുക്കറിയാം, ഇതായിരുന്നു അതായത് 23,000 മുകളിലായിട്ട് ഒരു ആൾ ടൈം ഹൈ, പുതിയൊരു ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം, അതായത് തേർഡ് മൺഡേ ഒരു പുതിയൊരു ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം 23,338 എന്നുള്ള പുതിയൊരു ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിഫ്റ്റി ആ ലെവലിൽ തന്നെ സൈഡ് വൈസ് മൂവ്മെന്റ് വന്നിട്ടായിരുന്നു തേർഡ് മൺഡേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം ഇന്ന് റിസൾട്ടിന്റെ ഫസ്റ്റ് അവർ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ലെവൽ 23,153 ഓപ്പൺ ചെയ്തു. നല്ലൊരു ഫാള് നമുക്കറിയാം, ഈ ഒരു നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്ന ആ ഒരു ലെവൽസ് എല്ലാം, അതായത് 22,800 ആയാലും 20,700 ആയാലും 20,580 500 ലെവൽസ് ആയാലും, അതുപോലെ തന്നെ നമ്മൾ മേജർ ലെവൽ ഡിസ്കസ് ചെയ്യുന്ന 22,000 എന്നുള്ള ലെവലും, അതുപോലെ നമ്മുടെ ട്രെൻഡ് ലൈനിലെ ഈ ലെവൽ. സോ ഈ ഒരു ലെവൽസ് എല്ലാം വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്ത് 21,000 ലെവലിലേക്ക് ഫാൾ ആവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഈ ക്യാൻഡിൽസ് ഒക്കെ കാണാൻ സാധിക്കും, നമ്മുടെ ക്യാൻഡിൽസ് കണ്ടാൽ ആ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ്സ്, അതായത് റിസൾട്ട്സ്, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത, അതായത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത ആ ഒരു റിസൾട്ട്, നമ്മുടെ മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അതുപോലെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്ററും ഇതിനൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് മാർക്കറ്റ് 4th ജൂണിനും അതുപോലെ തന്നെ അതിന് മുമ്പത്തെ ദിവസം ഒക്കെ ആയിട്ട് മാർക്കറ്റ് നല്ലൊരു റാലി തരുമെന്നുള്ളത്. ബട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതിനോട് ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള റിസൾട്ട് ആണ് ഫസ്റ്റ് അവേഴ്സിൽ വന്നിരുന്നത്. ആ ഒരു പ്രസ്താവനകളോടും അതുപോലെ തന്നെ ആ ഒരു എക്സിറ്റ് പോൾസിനോടും തീരെ യോജിക്കാത്ത തരത്തിലുള്ള റിസൾട്ട് ആണ് ഫസ്റ്റ് അവേഴ്സിൽ ഇലക്ഷൻ റിസൾട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. സോ അത് റെസ്പെക്ട് ചെയ്യുക എന്ന പോലെ തന്നെ നിഫ്റ്റി നല്ലൊരു മൂവ്മെന്റ്, നമ്മൾ പറഞ്ഞ പോലെ 1,800 പോയിന്റ്സിന്റെ ഒരു ഫാൾ ആണ് തന്നിട്ടുള്ളത്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ആ ഒരു ചാനൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫർദർ ഡൗൺ സൈഡ് ഫാൾ ആവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 15,000 ക്രോസ് ചെയ്യുന്ന ഒരു പുതിയ ആൾ ടൈം ഹൈ, നമ്മൾ നിഫ്റ്റി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു പുതിയ ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഏരിയയിൽ സൈഡ് വൈസ് മൂവ്മെന്റ്സ് ആയിരുന്നു തന്നുകൊണ്ടായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് തേർഡ് മൺഡേ. സോ അതിനുശേഷം ഇന്ന് 15,505 ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ഏതാണ്ട് 46,933 വരെയാണ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ഈ ഒരു ലെവൽ വരെ. സോ ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയ സപ്പോർട്ട് എടുത്തതിന് ശേഷം 48,000 വരെ വന്ന് വീണ്ടും ചെറിയൊരു ഫാൾ എന്നാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 3,500 പോയിന്റ്സിന്റെ മോർ ദാൻ 3,500 പോയിന്റ്സിന്റെ ഫാൾ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. സോ അതിനുശേഷം ചെറിയ റീട്രേസ്മെന്റ് വന്ന് ഏതാണ്ട് 7.9% ലോസിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അറൌണ്ട് 10% ലോസ് അല്ലെങ്കിൽ 10% ഫാൾ തന്നതിന് ശേഷം ഒരു 5.9% ഫാൾ അല്ലെങ്കിൽ ലോസുമായിട്ടാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ
ഈ ഒരു റിസൾട്ടിടെ നമ്മൾ അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ചർച്ചകളിലും അതുപോലെ തന്നെ വലിയ വലിയ അനലിസ്റ്റുകളെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഈ റിസൾട്ടിടെ. കാരണം അത്രയും എക്സ്പെക്ടേഷൻസ് ആയിരുന്നു മാർക്കറ്റിൽ കൊടുത്തിരുന്നത്. അതായത് ഒരു റാലി തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു എക്സ്പെക്ടേഷൻസിനനുസരിച്ച് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരുന്നത്. ബട്ട് ആ ഒരു ഡിഫറൻസ് കാരണം കൊണ്ട് തന്നെ എക്സിറ്റ് പോൾസുകളിലും ഫസ്റ്റ് അവേഴ്സിലുള്ള ആ റിസൾട്ടുകളിലുമുള്ള ഡിഫറൻസ് കാരണം കൊണ്ട് തന്നെ നിഫ്റ്റി നമ്മൾ ഈ ഇന്ന് വിറ്റ്നസ് ചെയ്ത പോലെ തന്നെ ഒരു മോർ ദാൻ 10% ഒരു ഫാൾ തന്നിരുന്നു. മാർക്കറ്റ് വൺ ഡേ അതായത് നിഫ്റ്റി ഒറ്റ ദിവസത്തിൽ ഇത്രയും പോയിന്റ്സ് അതായത് അറൌണ്ട് 1800 പോയിന്റ്സ് ഫാൾ തരിക അല്ലെങ്കിൽ ഡൗൺ ആവുക എന്നുള്ളത് മേ ബി ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും. ബട്ട് നിഫ്റ്റി ഇതിന് മുമ്പും പെർസെന്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറൌണ്ട് 10% ഫാൾ തന്നിട്ടുള്ളത്. ബട്ട് പെർസെന്റേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ പെർസെന്റേജിന്റെ ഫാൾ നിഫ്റ്റി മുൻപും തന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വൺ ഡേ ഇത്രയും ഒരു വലിയ പോയിന്റ്സ് ക്രാഷ് ഫസ്റ്റ് ടൈം അല്ലാതെ പെർസെന്റേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപും ഇതുപോലെ ക്രാഷസ് നടന്നിട്ടുണ്ട്. സോ നമുക്കറിയാം നമുക്ക് ഈ ഡാറ്റാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം 12th March 2020 കോവിഡ് പാൻഡമിക്കിന്റെ റീസൺ കൊണ്ട് 8% ആണ് വൺ ഡേ ഫാൾ ആയിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ്. അതുപോലെ തന്നെ സോ നിഫ്റ്റി 21th January 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിന്റെ ആ ടൈമിൽ 8.7% ഫാൾ ആയിട്ടുണ്ടായിരുന്നു. Then 17th May 2004 യു പി ഇലക്ഷന്റെ അടിസ്ഥാനത്തിൽ 12.24% ഫാൾ ആയിട്ടുണ്ടായിരുന്നു. Then 1992 മാർക്കറ്റ് സ്കാമിന്റെ ആ ഒരു ടൈമിൽ 12.77% ആണ് ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ ആയിട്ടുള്ളത്. Then 23rd March 2020 കോവിഡ് പാൻഡമിക് 12.98% ആണ് നിഫ്റ്റി ആ ഒരു വൺ ഡേ ഫാൾ ആയിട്ടുണ്ടായിരുന്നത്. സോ പെർസെന്റേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടായതിനേക്കാൾ വലിയ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ വലിയ ഫാള് മുൻപ് നടന്നിട്ടുണ്ട്. ബട്ട് മാർച്ച് 2020 ശേഷം അതായത് കോവിഡ് പാൻഡമിക്കിന് 12.98% മാർച്ച് 2020 മാർച്ചിന് ശേഷം ഇത്രയും വലിയൊരു ഫാള് മാർക്കറ്റിൽ അതായത് ഇന്നത്തെ ഈ ഒരു ഫാള് ഇത്രയും വലിയ ഫാള് മാർക്കറ്റിൽ ആദ്യമായിട്ടാണ്. സോ ഇന്ന് ഈ നിഫ്റ്റിയുടെ ഒരു ബിയറിഷ് ഡേയില് മോശം പെർഫോമൻസ് നടത്തിയ സ്റ്റോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അദാനി പോർട്സ് 21% ആണ് ഡൗൺ ആയിട്ടുള്ളത്. അദാനി എന്റർപ്രൈസ് നോക്കുകയാണെങ്കിൽ 90% ഡൗൺ ആണ്. ONGC NTPC എല്ലാം തന്നെ മോർ ദാൻ 60-40% ഡൗൺ ആണ്. സോ SBI നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13% ആണ് ഡൗൺ. അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ പവർ സ്റ്റോക്സും അതുപോലെ ഒട്ടുമിക്ക എല്ലാ ഹെവി വെയിറ്റ് സ്റ്റോക്സും നല്ല രീതിയിൽ ഫാൾ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലായാലും വലിയ മൂവ്മെന്റ്സ് തന്നെയാണ് നടന്നുള്ളത്. ഇന്ത്യ വിക്സ് ഏകദേശം 31.6 റേഞ്ച് വരെ ഇന്ത്യ വിക്സ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്രയും വോളറ്റൈൽ ആയിരുന്നു മാർക്കറ്റ്. നമുക്ക് അത് ചാർട്ടിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഡേയ്സ് എക്സ്പെക്ടേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്ന ലെവൽസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആ നിഫ്റ്റി ആ ഒരു ചാനൽ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒരു ചാനലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അതായത് അപ്പർ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ പോസിറ്റീവ് ന്യൂസ് ആണ് അല്ലെങ്കിൽ ഗവൺമെന്റ് വൈസ് പോസിറ്റീവ് ന്യൂസ് ആണ്. അതായത് ഗവൺമെന്റ് രൂപീകരണവും പുതിയ ഗവൺമെന്റ് രൂപീകരണവും മറ്റുമായിട്ട് പോസിറ്റീവ് ന്യൂസുകളാണ് വരുന്നുണ്ടെങ്കിൽ മേ ബി 23,000 വീണ്ടും ബ്രേക്ക് ചെയ്ത് പുതിയൊരു ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തേക്കാം. അതല്ല നമ്മുടെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാത്ത നെഗറ്റീവ് ന്യൂസുകൾ അതായത് പുതിയ ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് ന്യൂസുകളോ മറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ അല്ലാത്ത കാര്യമാണ് വരുന്നുണ്ടെങ്കിൽ മേ ബി ഇന്ന് കണ്ട ഫാൾസ് പോലെ നമുക്ക് വേറൊരു ഫാളും വിറ്റ്നസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നെക്സ്റ്റ് ഡേ അതായത് നമ്മുടെ റിസൾട്ട്സ് ഒന്നും തന്നെ കൺഫേം ആയിട്ടില്ല. സോ അതിനുശേഷം ആര് റൂൾ ചെയ്യും, ആര് പ്രൈം മിനിസ്റ്റർ ആവും അല്ലെങ്കിൽ ആര് ഗവൺമെന്റ് രൂപീകരിക്കും എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തു. സോ മാർക്കറ്റ് പോസിറ്റീവ് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ആൾ ടൈം ഹൈയും അതുപോലെ നല്ല മൂവ്മെന്റ്സും മാർക്കറ്റ് തരാനുള്ള ചാൻസ് ഉണ്ട്. സോ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ട് മാത്രം ഓരോ ട്രേഡ്സും ഇനിഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.